ആലോചിച്ചിട്ട് നാളെ നിനക്ക് പോകേണ്ടത്. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാല് ഉള്ളിനെ ഉള്ളുകൊണ്ട് എടുക്കണം. എടാ നീ ഒന്ന് തെളിച്ച് പറ, എന്നാലേ മനസ്സിലാവുള്ളൂ. വാളന്നോനെ നീ ഞാൻ പറയുന്നല്ലേ വീട്ടിൽ ചെന്ന് വിളമ്പിയാ മതി. സംഭവം വർക്കോട്ടോ വർക്കോട്ടാവൂ? വർക്കോട്ടോ. നീ വേറെ ബിരിയാണി വാങ്ങിച്ചാ വർക്കോട്ടോ കൂടാ. ഞാൻ പറയാം. പൈസ ഇല്ലാത്ത നമ്മള് വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂല അമ്മ. എന്തൊരു കാര്യം? ഞാനും പ്രദേശനും കൂടെ കോവിലിൽ പോകാൻ വേണ്ടി ഇരുന്നില്ലേ, അത് നടക്കൂല. എന്തിനു നടക്കാത്തത്? പ്രദേശം എന്തിനോ ദോഷം ഉണ്ടെന്ന്. ആര് പറഞ്ഞു? താഴെ സുഹാസിനി അമ്മ അവരെല്ലാരും കൂടി ഇന്ന് പറഞ്ഞ ഞാൻ കേട്ട്. എന്തിനു പറഞ്ഞവര്? പ്രദേശന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവൂന്ന്. ആര് പറഞ്ഞു അവരോട്? യാദവ് കുടുംബക്ഷേത്രത്തിലെ യാദവ് പൂജാരി പറഞ്ഞെന്ന്. അതൊരു പെട്ടെന്നൊരു സമയദോഷം. എങ്ങനെ അമ്മ, ഞാൻ കോവിലിൽ പോവാൻ വേണ്ടിട്ട് ഇന്നല്ലേ അമ്മ, ഇത് നടക്കൂല. അളിയാ, ഈ ഇഷ്യൂ ഉണ്ടല്ലോ ഇത്ര പെട്ടെന്ന് സോൾവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഒരു പൊളിസ്കിയാണ്. ഞാൻ പൊളിസ്കിയാന്നൊക്കെ എനിക്കറിയാം. എടാ ഈ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോ അങ്ങനെ ആരായാലും പേടിക്കും. അതുകൊണ്ടല്ലേ ഞാൻ അതൊരു തലക്കിയത്. എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം. എടാ അമ്മ വരെ വിശ്വസിച്ചെന്നുള്ളതാടാ. എടാ മനു, ഇതൊക്കെ നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? കൊടുകൈ സൂപ്പറടാ, കലക്കി. ചേട്ടൻ കൂടുതൽ അയലടിക്കൊന്നും വേണ്ട. ചേട്ടൻ എപ്പോഴും രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആളാ, അതെനിക്കറിയാം. എടാ ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. കാര്യം എന്താണെന്നറിയോ? അമ്മേ ലക്ഷ്മി ഇതിനെതിരാണ്. ഇപ്പൊ അവര് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യും? മതി. പിന്നെ പ്രശോഭണ്ണ, ഇവന്റെ ഒരു സങ്കടം വന്ന സഹായിക്കണ്ട ആരാ? ഈ ആത്മാർ സുഹൃത്താ ഞാനല്ലേ. പിന്നെ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും നിന്ന് വിളമ്പരുത്. ഇതിപ്പോ ഞാനും ഇവനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മതി, അത്ര മതി. പോട്ടെ, എന്റെ മക്കൾക്ക് സമയദോഷമാണല്ലേ, സാരമില്ല, അതൊക്കെ മാറിക്കോളും കേട്ടോ. എന്തു പറയാനാ, നീ ഇപ്പൊ പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലെന്നല്ലേ തോന്നുന്നേ? വേണ്ട, എന്റെ മക്കൾ എങ്ങോട്ടും പോകണ്ട. അതെ, അവന് നല്ല വിഷമമുണ്ട് കേട്ടാ, അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിന്. അല്ലേടാ? വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവനല്ലേ നമുക്ക് വലുത്. മോൻ എങ്ങോട്ടും പോകണ്ട. ഇതിപ്പോ എന്തിന്? എന്റെ മോൾക്ക് വേണ്ടിയിട്ട് നേർന്ന നേർച്ച. അതിപ്പോ മുടങ്ങിയാല് അവക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും. പറ്റട്ടെ, ഇവൻ എന്തെങ്കിലും പറ്റിയിട്ട് അവക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എനിക്ക് സന്തോഷമാകുക. എനിക്കത് പറ്റൂല. എനിക്ക് എന്റെ മക്കളൊക്കെ നന്നായിട്ടിരിക്കണം. കൊച്ചമണിനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ കൊച്ചമണിക്ക് അറിയാം. പക്ഷെ ഇവനൊന്നും വരാൻ പാടില്ല. ഇവനില്ലേ, ഞാൻ എന്റെ മോനായിട്ടാണ്, മരുമോനായിട്ടല്ല കാണുന്നത്. എന്റെ മക്കൾക്ക് ഒന്നും വരാൻ പാടില്ല. കരയല്ലടാ, കരയല്ലേ? സാരമില്ല മക്കളെ, ഞാൻ നന്നായിട്ട് നോക്കിയാ മതി. സത്യം കൂടെ പറഞ്ഞോട്ടെ, എന്ത്? ഇവന് സമയദോഷം ഒന്നും വന്നല്ല. സമയദോഷം നീ എന്തിനു വിചാരിച്ച്? നിന്റെ കടവാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കൊച്ചമ്മണിട്ട് നമ്പർ അത് കേട്ടാ. ബീച്ചിൽ പോവാൻ നിന്നോട് ആരും ഒന്ന് ബീച്ചിൽ പോവാൻ, കോയിലിൽ പോവാൻ പോയാൽ കോയിലിൽ പോണം. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. എന്തിനാ മക്കളെ? ആന്റി എന്തിനാ കരയുന്നേ? ചെറിയമ്മ കരയുന്നതല്ല, ചെറിയമ്മയുടെ കണ്ണിൽ കരട് വീണു. അല്ല, ആന്റി കരഞ്ഞതോ? ചെറിയച്ഛൻ പറഞ്ഞത് കേട്ടനാണ് കരയുന്നെങ്കിലേ കരയണ്ട. ആ ചെറിയച്ഛൻ ചുമ്മാ അറിഞ്ഞതാ. മക്കൾ എന്തിനാ പറഞ്ഞത്? മനു അങ്കിളില്ലേ, മനു അങ്കിള് ചെറിയച്ഛന്റെ റൂമിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ഇത് പറ്റിക്കാൻ പറഞ്ഞതാണെന്നാ? അപ്പൊ അവന്മാരുടെ പരിപാടിയായിരുന്നല്ലേ? അപ്പൊ കണ്ണോണോ? നിനക്ക് പേരെന്താണെന്നറിയോ? കൊച്ചമ്മിണി.
അമ്പടാ ബിരുദന്മാരെ കൊച്ചിനെ പറ്റിക്കാൻ നോക്കാണ് നീ അല്ലേ? പോട്ടെ, പിള്ളേരല്ലേ, ഞാനൊന്നും പറയുന്നില്ല. നാളെ അമ്പലത്തിൽ പോകാൻ രാവിലെ റെഡിയായി നിൽക്കണം. കേട്ടാ? കേട്ടാ നീ? അവർക്കൊരു സങ്കടം വരുമ്പോ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതാ. ഇതൊരു കാര്യം ചെയ്യും, നാളെ അമ്പലത്തിൽ പോകും. ഒരു ദിവസത്തെ കാര്യമില്ല. അമ്പലത്തിൽ പോണോ വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ തന്നെ അവരുടെ അടുത്ത് പോയി പറഞ്ഞോളാം പോകുന്നില്ല എന്നുള്ള കാര്യം. നിന്റെ സഹായമൊക്കെ മതി. അല്ല, നമ്മൾ ഇവിടെ നടന്ന കാര്യങ്ങളെ പുറത്താരും പറയണ്ട, മോശമാണ്. വെറുതെ എടാ, ഇവന്റെ പേരെന്തോന്നാ പറഞ്ഞ നീ? മഞ്ഞു. അതല്ലടാ, ഇവന് വേറൊരു പേരുണ്ടായിരുന്നല്ല. ഓന്ത്. ആ, ഓന്ത്. അയ്യോ, അസൂയ കൊണ്ടൊന്നുമല്ല, ഇവൻ അറിഞ്ഞിട്ട പേരാണ് ഓന്തെന്നുള്ള. ഇവന് ആ പേര് തന്നെയാണ് ചേട്ടൻ, ഓന്ത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.